1872 ഡിസംബർ 5-ാം തീയതി വിശാലമായ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒരു വ്യാപാര കപ്പൽ നിശബ്ദമായി ലക്ഷ്യമില്ലാതെ ഒഴുകി നീങ്ങുന്നു. യാതൊരു കേടുപാടും കൂടാതെ മനുഷ്യർ ആരും തന്നെ ഇല്ലാതെ ആ കപ്പൽ കടലിലെ ഓളങ്ങൾക്കനുസരിച്ച് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഇതാണ് മേരി സെലസ്റ്റ, എക്കാലത്തെയും വലിയ സമുദ്ര രഹസ്യങ്ങളിലൊന്ന്. 1872 നവംബർ 7-ന് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് ഇറ്റലിയിലെ ജനോവയിലേക്ക് പുറപ്പെട്ട ഒരു വ്യാപാര കപ്പലായിരുന്നു മേരി സെലസ്റ്റ. ക്യാപ്റ്റൻ ബെഞ്ചമിൻ എസ് ബ്രിഗ്സും ഭാര്യയും 2 വയസ്സുള്ള മകളും പരിചയസമ്പന്നരായ 7 നാവികരുമാണ് കപ്പലിലുണ്ടായിരുന്നത്. 1872 ഡിസംബർ 5-ന് ബ്രിട്ടീഷ് കപ്പലായ ഡേ ഗ്രാഷ്യ അസോറസ് ദ്വീപുകൾക്ക് ഏകദേശം 400 മൈൽ തെക്കുകിഴക്കായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മേരി സെലസ്റ്റ ഒഴുകി നടക്കുന്നതായി കണ്ടെത്തി. മേരി സെലസ്റ്റ ക്രമരഹിതമായി സഞ്ചരിക്കുന്നത് ഡേ ഗ്രാഷ്യയിലെ ജീവനക്കാർ ശ്രദ്ധിക്കുകയും അന്വേഷണത്തിനായി ഒരു ബോർഡിംഗ് സംഘത്തെ മേരി സെലസ്റ്റയിലേക്ക് അയക്കുകയും ചെയ്യുന്നു. കപ്പലിലെത്തിയ സംഘത്തെ കാത്തിരുന്നത് നിശബ്ദത മാത്രമായിരുന്നു. കപ്പലുടനീളം പരിശോധിച്ചെങ്കിലും ഒരൊറ്റ മനുഷ്യനെ പോലും കണ്ടെത്തുവാൻ സാധിച്ചില്ല. കപ്പലിലെ ക്രൂ അപ്രത്യക്ഷമായി. കപ്പലിനുള്ളിൽ സംഘട്ടനം നടന്നതിന്റെ യാതൊരു ലക്ഷണവുമില്ല. ലൈഫ് ബോട്ടുകൾ കപ്പലിൽ ഉണ്ടായിരുന്നില്ല. കപ്പലിനുള്ളിലെ ഭക്ഷണങ്ങൾ യഥാസ്ഥാനത്ത് തന്നെയുണ്ട്. കപ്പലിലെ ക്രൂ എവിടെ പോയി എന്നറിയാൻ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും യാതൊരു തുമ്പും ലഭിച്ചിരുന്നില്ല. ഇനി കപ്പലിൽ ഉണ്ടായിരുന്നവർ തമ്മിൽ ഏറ്റുമുട്ടിയോ അതോ കടൽ കൊള്ളക്കാരെ പേടിച്ച് അവർ രക്ഷപ്പെട്ടതാണോ എന്നും വ്യക്തമല്ല. പക്ഷേ അവയൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. നാളിതുവരെ മേരി സെലസ്റ്റയിൽ ഉണ്ടായിരുന്ന മനുഷ്യർ എവിടേക്ക് പോയെന്ന് ആർക്കും അറിയില്ല.